യേശുവിന്റെ നാമത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ. ഞങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ അങ്ങയുടെ തിരുമുഖത്ത് ഞങ്ങളുടെ കൂടെ ഇരുന്ന് വഴി നടത്തണം. നിങ്ങളോട് ഇടപെടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജനത്തിലെയും കൂടി തുറന്നുള്ള ഓരോ നിമിഷങ്ങളിലും പരിശുദ്ധാത്മാവ് കൂടി വന്ന് ജനത്തിനുമേ ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ നാം അങ്ങനെ നിൽക്കുമ്പോൾ ആരംഭിച്ചിട്ട് ഈ ഈവനിങ് സർവീസ് നമ്മളിവിടെ ആരംഭിച്ചിട്ട് ശരീരത്തിൽ ദൈവം നമ്മളെ ഇത്രത്തോളം നമ്മളെ നടത്തി. നിങ്ങളെ സ്വതം ദൈവം നമ്മളെ ഒത്തിരി പേര് ദിവസം നിന്ന് കടന്നു വരാമെന്ന് പറഞ്ഞതാണ്. പക്ഷെ പലരും വന്നിട്ടില്ല. അവരെയൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അവർ വളരെ പ്രാർത്ഥനയ്ക്ക് ആഗ്രഹമുള്ളവരാണ്. പക്ഷെ അവരുടെ ആയിട്ടുള്ള സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം വരാഞ്ഞത്. പക്ഷെ ആര് വന്നാലും വന്നില്ലെങ്കിലും നല്ലൊരു സ്വതന്ത്രം. കഴിഞ്ഞിടയ്ക്ക് ഞാൻ ഇങ്ങനെ ജനത്തിന്റെ കാര്യം ഓർത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനിപ്പം ബസ്സൊക്കെ ഓടിക്കുമ്പോഴും പ്രാർത്ഥിക്കും. എല്ലാ സമയവും ഞാൻ പ്രാർത്ഥിക്കും. അപ്പൊ എനിക്ക് ചെറിയ ഭയങ്കര വിഷമമുണ്ട്. അപ്പൊ വിഷമം വരുന്ന വേദനകൊണ്ടല്ല, ഈ ജനം വരാത്തത് കൊണ്ടും ഒക്കെയുള്ള ഒരു വിഷമം. അപ്പം ഇങ്ങനെ ആൾക്കാർക്കുള്ള ഒരു പെരുത്ത കൂട്ടത്തിന് വേണ്ടി നമ്മുടെ ഒരു വലിയ ആഗ്രഹമാണല്ലോ സ്വാഭാവികമായിട്ടും. അപ്പൊ നമ്മൾ അതിനുവേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കും. പക്ഷെ നമ്മൾ പ്രാർത്ഥിച്ചവരും നമ്മൾ ഒത്തിരി വിടുതൽ അനുഭവിച്ചവരും ഒക്കെ അവർക്ക് ക്ഷണനേരത്തിൽ വിടുതലുകളും സൗഖ്യമൊക്കെ ഉണ്ട്. പക്ഷെ അവരാരും ദൈവസന്നിധിയിൽ ഇങ്ങനെ വീണ്ടും പ്രാർത്ഥനയ്ക്ക് അല്ലെ ആരാധനയ്ക്ക് വരണമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഇതാണ്. അത് പിന്നെ ഞാനിങ്ങനെ ചിന്തിച്ചു പരിശുദ്ധാത്മാവ് എന്നോട് തന്നെ ഇടപെട്ട് ഇത് കർത്താവിന്റെ കാലത്തുള്ള കാര്യമാണ്. 10 കുഷ്ഠരോഗി വന്ന് 10 പേര് സൗഖ്യമായി. പക്ഷെ നന്ദിയുള്ളവരെ പിന്നെ തിരിച്ചു വരുത്തുള്ളൂ. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഞാനിങ്ങനെ വാഹനം ഓടിച്ചോണ്ടിരുന്നു കഴിഞ്ഞപ്പോഴത്തേന് സ്വത്രം ദൈവം എന്നോടൊരു ചോദ്യം, അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദൈവം എന്നോടൊരു ചോദ്യം പറഞ്ഞു. ഇങ്ങനെ ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ. ആ ചോദ്യത്തിന് മുമ്പിൽ ഞാൻ ഒന്നുമില്ലാതായി പോയി. നീ നോഹയെക്കാളും വലിയ ഉപദേശിയാണോ എന്ന് ചോദിച്ചു. അല്ലെങ്കിൽ പെട്ടകം പണിയാനേ പറഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിൽ അതിനകത്തിൽ ആര് വരണം, നമുക്ക് സുവിശേഷം അറിയിക്കണം. പെട്ടകത്തിന്റെ വാതിലടയ്ക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. അപ്പൊ അതുകൊണ്ട് പണിക്ക് ഒരു മുടക്കവും വരുത്തുന്നില്ല. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചായിരുന്നല്ലോ, കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ വന്നപ്പോൾ ഇവിടെ ഒന്നും കട്ടനില്ലായിരുന്നു, ഇങ്ങനെ തുറന്നു കിടക്കുമായിരുന്നു. അപ്പൊ ആരെയും നല്ല കട്ടനൊക്കെ ഇട്ട് മനോഹരമാക്കി. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടു. ഇത്രയും ചെയറുകളെല്ലാം വാങ്ങിക്കൊണ്ട് വന്നു. പിന്നീട് ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇപ്പൊ തന്നെ കണ്ടില്ലേ, നമ്മളിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ അവിടെ ഗോപല പാലകൻ ദേവസ്ഥകൾ വന്നിട്ട് എപ്പോഴും ഭയങ്കര സൗണ്ടാണ്. അപ്പൊ അത് നമുക്കൊരു ആരാധനയ്ക്കൊരു അരോചകമാകും. മാത്രമല്ല, കുഞ്ഞുങ്ങളുടെ ദൈവസന്നിധിയിൽ വർഷിപ്പൊക്കെ ചെയ്യുന്നതുകൊണ്ട്, അവർ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടി മേടിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും നല്ല കാര്യം ദൈവശബ്ദം അവരിൽ കൂടി ദേശത്തേക്ക് അല്ലെങ്കിൽ മുഴങ്ങുമ്പോൾ നല്ലൊരു സൗണ്ട് സിസ്റ്റം വേണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. ദൈവം അതും കഴിഞ്ഞ ദിവസം വാങ്ങിക്കൊണ്ടുവന്നു.
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം ഒരു അനുഗ്രഹമായി തീരുവാൻ തീർന്നു. ദൈവം എല്ലാം തന്നിട്ടുണ്ട്. നല്ല സൗണ്ട് സിസ്റ്റം, നല്ല ചെയർ, മറ്റു കാര്യങ്ങളെല്ലാം. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ഞാൻ ദൈവസ്ഥനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. സീലിംഗ് എന്ന് ചെയ്യുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കാര്യങ്ങളും ഈ ദിവസങ്ങളിൽ അത് നടക്കും. സീലിംഗ് ഒക്കെ നല്ല രീതിയിൽ ചെയ്യും. അപ്പം ഹല്ലേലൂയ സ്തോത്രം. ഒരു കാര്യം ഉറപ്പാണ്, ഹല്ലേലൂയ സ്തോത്രം, ഇതെല്ലാം ഒരുക്കി കാതിരി ദൈവം ജനത്തെ കൊണ്ടുവന്നോളും. ദൈവത്തിന്റെ പദ്ധതിയാണ്. ഞാനൊരിക്കലും ഓർക്കുന്നുണ്ട്, ആശാരി ഉപദേശിക്കുന്ന കഥകൾ ഞാൻ മിക്കവാറും പറയാറുണ്ട്. ദേശത്ത് എല്ലാം ഇങ്ങനെ ചുറ്റി നടന്നിങ്ങനെ സുവിശേഷം പറഞ്ഞ് വലിയ സ്റ്റേജുകളൊക്കെ കെട്ടി കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുമ്പോൾ ജനത്തെ കൊണ്ടുവരികയും ജനത്തെ വിടുവിക്കുക, ഇതൊക്കെ ദൈവത്തിന്റെ പദ്ധതി. കർത്താവ് ആകർഷിച്ചിട്ടല്ലാതെ ഒരുവൻ പോലും ദൈവത്തിന് കടന്നു വരുത്തില്ല. കടന്നു വന്ന എല്ലാവർക്കുമായി ദൈവത്തെ സ്തുതിക്കുന്നു. വിടുതലുകൾ വെളിപ്പെടട്ടെ. കർത്താവിന്റെ അഭിഷേകത്തിനുള്ളതുകൊണ്ട് ഞാൻ സങ്കീർത്തനത്തിൽ നിന്നൊന്നും പ്രസംഗിക്കുന്നില്ല. ദേവദാസൻ നമ്മുടെ മധ്യത്തിലുണ്ട്. അതിൽ കൂടി നല്ല ദൈവിക ആലോചനകൾ കേൾക്കേണ്ടതുണ്ട്. എൻ്റെ ഉറ്റ സുഹൃത്താണ്. ചിലപ്പോഴൊക്കെ ഞാനും അദ്ദേഹവും മനസ്സൊത്തിരി തുറക്കാറുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ മാത്യു പാസ്റ്റർ ഇങ്ങനെ ഇരിക്കുന്നവർക്ക് അല്ലെ എപ്പോഴും ചിലർക്ക് ഒരു നമ്മളെ തകർക്കുവാൻ, നമ്മളെ ക്ഷീണിപ്പിച്ച് കളയുവാൻ, നമ്മളെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ദൈവം നമ്മെ വിടുവിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. ആ ദൈവം നമ്മളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. ആ ദൈവം വൈരികളുടെ ആക്രമണത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കും. കാരണം അവൻ നമുക്ക് തുണയായി നമ്മുടെ കൂടെ ഇരിക്കുകയാണെങ്കിൽ, ആര് തുണയില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം തുണയാണെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, ഒരു വലിയ ദൈവ പ്രവൃത്തി ഉണ്ടാവും. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇന്ന് കോഴിക്കാരൻ സഭയിൽ ആരാധന നടന്നുകൊണ്ടിരുന്നപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, 2 സ്ഥാനാർത്ഥിമാർ, ജയിച്ച സ്ഥാനാർത്ഥിമാർ അവിടെ നന്ദി പറയാൻ വേണ്ടി വന്നു. രണ്ടും CPM-ന്റെ അല്ലെ LDF-ന്റെ സ്ഥാനാർത്ഥികളാണ്. അവർ ജയിച്ചു. അവർ നന്ദി പറയാൻ വന്നു. ഞാൻ അവരെ ഓർത്ത് അഭിമാനിക്കുന്നു. പലരും ഹല്ലേലൂയ സ്തോത്രം അങ്ങനെയൊന്നും ചെയ്യാറില്ല. പക്ഷെ ഇവര് വളരെ മധുരപലഹാരങ്ങളൊക്കെ ആയിട്ട് നന്ദി പറയാൻ വന്നു. അതിൽ ഒരാൾ പറഞ്ഞ ഒരു വാക്യമുണ്ട്. സഭയിലുള്ള ദൈവജനത്തെ അഭിസംബോധന ചെയ്തപ്പോൾ അദ്ദേഹം നന്ദി പറഞ്ഞിട്ട് പറഞ്ഞു, എന്റെ തോളെ കൈയിട്ടുകൊണ്ടിരുന്നവരും എന്റെ കൈ പിടിച്ച് നടന്നവരും എന്നോട് ചേർന്ന് നടന്നവരും അവരെല്ലാം എന്നെ കൈവിട്ടു. കാരണം അദ്ദേഹം ഇവിടുത്തെ സീനിയർ LDF-ന്റെ നേതാവാണ്. അദ്ദേഹം വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കേണ്ട ആളാണ്. ഏലപ്പാറ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് നിന്നൊരു മനുഷ്യനാണ്. വൈരികളുടെ മുമ്പിൽ നിന്നും ഹല്ലേലൂയ വിജയിക്കുവാനുള്ള ദൈവകൃപ നമ്മുടെ മേൽ പകരും. ഇന്ന് പകൽക്കാലം ഞാൻ ദൈവവചനത്തിൽ നിന്ന് സംസാരിച്ചപ്പോൾ ഹല്ലേലൂയ സ്തോത്രം അവിടെ പറഞ്ഞ അതേ വചനം ഞാനിങ്ങനെ ഓർക്കുന്നു. നീതിയെ കാണുന്ന, നമ്മുടെ ഹൃദയത്തിന്റെ പരമാർത്ഥതയെ കാണുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ഇവിടെ പറയുകയാണ് ഹല്ലേലൂയ സ്തോത്രം. ആ വാക്യം ഒന്ന് വായിച്ചേട്ടെ. 19. അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു, എന്നിൽ പ്രസാദിച്ചിരിക്കുന്നുണ്ട്, എന്നെ വിടുവിച്ചു. യഹോവ എന്റെ നീതിക്ക് തക്കവണ്ണം എനിക്ക് പ്രതിഫലം തന്നു. ഹല്ലേലൂയ. ഈ സ്വല്പം ഇച്ചിരി ലളിതമായിട്ട് ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞ ഈ ഊടും ഉടായ്പും കാണിച്ചുകൊണ്ട് നടന്ന നിന്റെ ജീവിതത്തിൽ നിനക്ക് ഹല്ലേലൂയ ഒരു പ്രതിഫലം കിട്ടുന്നില്ല. ബൈബിളിൽ ഇങ്ങനൊക്കെ വചനമുണ്ട്. അപ്പൊ ഭാഷ ഇങ്ങനെ ഊടുകൂടായ്പൊന്നല്ല. ഹല്ലേലൂയ സ്തോത്രം. വക്രനോട് ഞാൻ വക്രൻ, ദയാലുവോട് ഞാൻ. നമ്മൾ ഓർക്കും നമ്മൾ എന്തും കാണിക്കാൻ കുഴപ്പമില്ല, ദൈവം നമ്മളെ വിടുവിക്കും. ബ്ലെസ്സിങ് മീറ്റിംഗ് ഉണ്ട് അവിടെ. അനുഗ്രഹത്തിന്റെ വർഷം, അനുഗ്രഹത്തിന്റെ മാരി. അവിടെ പോയാൽ നിനക്ക് എന്ത് കാണിച്ചിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിടുതൽ കിട്ടുമെന്ന് നമ്മുടെ ചിന്ത. നോ 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 ഇല്ലെന്നേ. നിന്റെ നീതിക്ക് തക്കവണ്ണം, നിന്റെ ഉള്ളത്തെ അറിയുന്ന, നിന്റെ ഹൃദയത്തെ അറിയുന്ന സ്വർഗത്തിലെ ദൈവം നിന്റെ നീതിക്ക് തക്കവണ്ണം പ്രതിഫലം തരുന്ന ഒരു ദൈവമാണ്. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. നമ്മൾ നീതിയോട് ദൈവത്തിന് ജീവിച്ചാൽ അതിനൊരു പ്രതിഫലം തരും. മാത്രമല്ല ഹല്ലേലൂയ സ്തോത്രം, അതിന്റെ അടുത്ത വാക്യം പറയണം, നിന്റെ കൈകളുടെ വെടുപ്പിനൊത്തവണ്ണം എനിക്ക് പകരം തന്നു. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. കൈകളുടെ വെടിപ്പിനൊത്തവണ്ണം. എത്ര സമ്പത്തുണ്ടെങ്കിലും എത്ര അനുഗ്രഹം ഉണ്ടെങ്കിലും ദൈവജനമേ ഞാൻ തുറന്നു പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ കൈക്കൊരു വെടിപ്പില്ലെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ചോദിക്കാം അതെന്നാ കൈയുടെ വെടിപ്പ്. ഇപ്പൊ നമ്മുടെ എല്ലാവരുടെയും പഴയ സിസ്റ്റം അറിയില്ലല്ലോ. പക്ഷെ ഇപ്പം വാഷ് ബേസിന്റെ അവിടെയൊക്കെ ഇപ്പൊ ഒന്ന് തലക്കെട്ടടിച്ചു കഴിഞ്ഞാൽ ചാടി വരുന്ന സോപ്പ് വെച്ചിട്ടുണ്ടല്ലേ, എങ്ങനെ ഓരോ കുപ്പി വെച്ചിട്ടുണ്ട്. അതേ നമ്മൾ കൈ കിട്ടുന്നത്. പണ്ടിതൊന്നും ഇല്ലായിരുന്നു. ചുമ്മാ അങ്ങനെ കൈ കഴിയുന്ന വെടിപ്പിന്റെ കാര്യമല്ല പറഞ്ഞത്. ജീവിതത്തിൽ ഒരു വെടിപ്പ് വേണം. ഹല്ലേലൂയ. നമ്മുടെ ഈ പ്രദേശത്ത് ഹല്ലേലൂയ സ്തോത്രം, നിർമ്മലതയോടെ നീതിയോടെ കൈ വിശുദ്ധമായ അനുഭവത്തിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ
ആയിരിക്കുന്നുവെങ്കിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഈ ദേശത്ത്, ഈ നാട്ടിലൊക്കെ ഇന്ന് നമ്മൾ ഇങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലാത്ത അനുഭവമായിരുന്നു ജീവിതത്തിൽ. ഹല്ലേലൂയ, സ്തോത്രം. നല്ലൊരു ജോലി കിട്ടുമെന്നോ അല്ലെങ്കിൽ നല്ല ഇങ്ങനെ ഒരു പൊസിഷനിൽ നിൽക്കുമെന്നോ ഒന്നും ദൈവസേന ആഗ്രഹിച്ചില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഈ കയ്യിൽ ഈ പുസ്തകം എഴുതാൻ പറ്റുവാൻ ഇടയായിത്തീർന്നു. ഇത് നെഞ്ചോട് ചേർക്കുവാൻ ദൈവം ഇടയായിത്തീർന്നു. ദൈവം അങ്ങനെ ഇടയാക്കി തീർത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഇതിനകത്തിലെ വചനം വായിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ നീതിയിൽ നടക്കണമെന്നും വിശുദ്ധിയോടെ വെടിപ്പോടെ നടക്കണമെന്നും ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുത്ത ആ ഉറച്ച തീരുമാനത്തിൽ നടന്നപ്പോൾ ദൈവം സ്ഥിതിക്ക് മാറ്റം വരുത്തി. ദൈവം അനുഗ്രഹിച്ചു. ഇന്ന് അനേകരുടെ നടുവിൽ കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം നീതിയോടെ ഘോഷിപ്പാൻ ദൈവം ഒരു ഭാഗ്യം തന്നിട്ടുണ്ടെങ്കിൽ ആ അവരുടെ ജീവിതത്തിലെ ഉത്തമ സാക്ഷ്യത്തോടുകൂടിയും നിറഞ്ഞ തന്റെ അടുത്തോടുകൂടിയും പറയുക, നീതിയോടെ വസിക്കുന്ന നിനക്ക് ഒരു നന്മയ്ക്കും കുറവ് വരുത്തില്ല. വെടിപ്പുള്ള കൈയോടെ വസിക്കുന്ന നിനക്ക് ഒരു നന്മയ്ക്കും കുറവ് വരുത്തില്ല. നിന്നെ അനുഗ്രഹിക്കും. നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടാതിരിക്കത്തില്ല. നിന്റെ തലമുറ മാനിക്കപ്പെടും. തലമുറയെ വിശാലതയിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം കഴിവുള്ള ഒരു ദൈവമുണ്ട്. ആ സ്വർഗത്തിലെ ദൈവത്തിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തും. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും ദൈവസന്നിധിയിൽ ഹല്ലേലൂയ സ്തോത്രം സംസാരിക്കുന്നില്ല. കർത്താവിന്റെ ആവശ്യത്തിന് നമുക്ക് കേൾക്കേണ്ടതുണ്ടല്ലോ. ഹല്ലേലൂയ. ഈ സമയം പെട്ടെന്ന് കുഞ്ഞുങ്ങൾ ഓടി വന്നിട്ട് സാക്ഷ്യം പറഞ്ഞിട്ട് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ സ്തോത്രം പെട്ടെന്ന് പറഞ്ഞാൽ ഓടി വന്നു.